തക്ക ശിക്ഷ ദൈവം കൊടുക്കും. ഞാൻ പറയാണ്, അയ്യപ്പൻ കൊടുക്കും, പിന്നെ അവിടുത്തെ ഭദ്രകാളിയും കൊടുക്കും. എവിടെ? മുല്ലൂർ അമ്പലത്തിൽ ഭദ്രകാളിക്ക് എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കിട്ടിയിരിക്കും. ഭദ്രകാളിയെ വെച്ചാണ് കളിച്ചത്. ഭദ്രകാളിയെ വെച്ച് കളിച്ചാലുണ്ടല്ലോ അതിന് വിവരം അറിയും. വിശ്വസിച്ച് തന്നെ ഞാൻ പറയുന്നത്. ഭദ്രകാളിയെ വെച്ച് നിങ്ങൾ കളിച്ചു, അതിനുള്ള ശിക്ഷ അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ശിക്ഷയായിരിക്കും. നമസ്കാരം. അവസരത്തിനൊത്ത് നിറം മാറാൻ സഖാക്കളെക്കാൾ മിടുക്കുള്ള മറ്റാരും ഈ ലോകത്ത് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. മിനിറ്റിന് അഭിപ്രായങ്ങൾ മാറ്റി പറഞ്ഞും കുതികാൽ വെട്ടിയും വാക്കുമാറ്റുന്ന സഖാക്കളെക്കാൾ എത്രയോ ഭേദമാണ് നിറം മാറുന്ന ഓന്തുകൾ. ഉളുപ്പ് എന്നൊരു സംഭവം വഴിയിൽ കൂടെ പോകാത്തതുകൊണ്ടും കാണ്ടാമൃഗത്തേക്കാൾ തൊലിക്കെട്ടി കൂടുതലായതുകൊണ്ടും സഖാക്കന്മാർക്ക് ഇതൊന്നും വലിയ സംഭവമായി തോന്നിയേക്കില്ല. പക്ഷേ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലടക്കം ദൈവം മിത്താണ് എന്ന് പറയുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്ത കടകംപള്ളി സുരേന്ദ്രനെ പോലെയുള്ളവർ ഇപ്പോൾ ഭദ്രകാളിയുടെ ശക്തിയെപ്പറ്റി വാചാലനാവുന്നതും ദേവീനാമത്തിൽ പ്രാകുകയും അയ്യപ്പ ശാപത്തെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുന്നത് കേൾക്കുമ്പോൾ കേരളത്തിലെ സാമാന്യ ബോധമുള്ള ജനങ്ങൾ മൂക്കത്ത് വിരൽ വയ്ക്കും. ആനയറ മുല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിലെ മേൽശാന്തിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെടുത്തി പുറത്തു വന്ന വാർത്തയ്ക്കെതിരെ പ്രതികരിക്കുമ്പോഴാണ് ദേവിയുടെ ശക്തിയെക്കുറിച്ച് കടകംപള്ളി വാചാലനായത്. തിരഞ്ഞെടുപ്പ് വിജയത്തിനായി തനിക്കെതിരെ മനഃപൂർവ്വം വ്യാജ ആരോപണങ്ങൾ അഴിച്ചുവിടുന്നവർക്ക് ദൈവ നിശ്ചയമനുസരിച്ചുള്ള ശിക്ഷ ലഭിക്കുമെന്നാണ് കഴക്കൂട്ടത്തെ LDF സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. തന്നെ വേട്ടയാടാനാണ് രാഷ്ട്രീയ എതിരാളികൾ ശ്രമിക്കുന്നത് എന്ന് ആരോപിച്ച അദ്ദേഹം അയ്യപ്പനും ഭദ്രകാളിയും ശക്തിയുള്ളവരാണ് എങ്കിൽ ഈ കള്ളപ്രചരണം നടത്തുന്നവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കുമെന്നും പറഞ്ഞു. കേരളത്തിലെ പ്രധാനപ്പെട്ട 1000-ഓളം ക്ഷേത്രങ്ങളിൽ പോയിട്ടുള്ള തനിക്ക് ക്ഷേത്രങ്ങളിൽ എങ്ങനെ പെരുമാറണമെന്ന് വ്യക്തമായ ബോധ്യമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. പൂജാരിമാർ നൽകുന്ന തീർത്ഥം ഭക്തിപൂർവം തന്നെ കുടിക്കാറുണ്ട്. ഇതുവരേക്കും ഒരു ക്ഷേത്രത്തിൽ നിന്നും എനിക്കെതിരെ പരാതി ഉയർന്നിട്ടില്ല. മതത്തെ രാഷ്ട്രീയ ലാഭത്തിനായി BJP ദുരുപയോഗം ചെയ്യുകയാണ് എന്നും കടകംപള്ളി കുറ്റപ്പെടുത്തി. ആനയറ ക്ഷേത്രത്തിൽ ഒരു വിധത്തിലുള്ള ആചാര ലംഘനവും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം ആവർത്തിച്ചു. മേൽശാന്തിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും ഇത്തരം കുപ്രചരണങ്ങൾക്ക് ജനങ്ങൾ തള്ളിക്കളയുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. തിരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ വിശ്വാസികളെ കൂട്ടുപിടിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് ലക്ഷ്യം വിട്ടുകൊണ്ടുള്ള നീക്കങ്ങളാണ് കഴക്കൂട്ടത്ത് നടക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ വിശ്വാസപരമായ കാര്യങ്ങൾ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കടകംപള്ളിയുടെ നീക്കം. കടകംപള്ളി സുരേന്ദ്രൻ ഇവിടെ ഒറ്റ രാത്രി കൊണ്ട് ദൈവവിശ്വാസിയായ ആളാണ് എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം വർഷങ്ങൾക്ക് മുൻപ് പിണറായി വിജയന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കണ്ണൂരിൽ അദ്ദേഹം നടത്തിയ മറ്റൊരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് കൂടി ഞങ്ങൾ ഇവിടെ ചേർക്കുകയാണ്. ഇതിൽ കൃത്യമായും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, ക്ഷേമ പെൻഷൻ വാങ്ങിയിട്ട് പിണറായി വിജയന് വോട്ട് ചെയ്യാത്തവരോട് ദൈവം ചോദിക്കുമെന്ന്. ഇക്കാര്യം കൃത്യമായും പാർട്ടി അംഗങ്ങൾ വീടുകൾ തോറും കയറിയിറങ്ങി അറിയിക്കണമെന്നും ഇല്ലെങ്കിൽ അത് BJP മുതലെടുക്കുമെന്നും അദ്ദേഹം ഈ വൈറൽ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. 600 രൂപ 1200 രൂപയാക്കി മാറ്റി പെൻഷൻ വീട്ടിൽ കൃത്യമായിട്ട് എത്തിക്കുന്ന പിണറായി വിജയന് ഒരു വോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയണം. ഇല്ലെങ്കിൽ ദൈവം ചോദിക്കുന്നവരോട് പറഞ്ഞാൽ ഈ പൈസയും മേടിച്ചിട്ട് വോട്ട് ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാൾ മുകളിൽ ഇരിപ്പുണ്ട്, നിശ്ചയമായിട്ട് ചോദിച്ചിരിക്കുമെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് എനിക്ക് അവരോട് പറയാൻ കാര്യം. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഇതൊന്നും പറയാതെ ഈ BJP-ക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ പോയി വേറെന്തെങ്കിലും പറഞ്ഞാൽ പാവങ്ങളെ പറ്റിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.